ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് പാവ് ഭാജിൻ്റെ റെസിപ്പിയാണ്. പാവ് ഭാജി മുംബൈയിലെ ഭയങ്കര ഫേമസ് ആയ ഒരു സ്ട്രീറ്റ് ഫുഡാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ പാവ് ഭാജി മസാല ചേർക്കാം. ഇത് ഒരു 1/2 ടീസ്പൂൺ. പാവ് ഭാജി മസാല റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. ഇതില്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ചേർക്കുന്നത് തക്കാളിയാണ്. ഇത് ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളിയുണ്ട്. ഇത് ചെറുതായിട്ട് മുറിക്കണമൊന്നുമില്ല, നമ്മൾ വേവിക്കുന്നതല്ലേ, അപ്പോൾ വലിയ പീസായി മുറിച്ചാലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ 3 പൊട്ടാറ്റോ, മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ. പിന്നെ ക്യാരറ്റ് ഒരെണ്ണം മതി, ഒരു വലിയ ക്യാരറ്റ് ക്യൂബ്സായി കട്ട് ചെയ്തത്. പിന്നെ 1/2 കപ്പ് പട്ടാണി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പച്ചക്കറി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 3 വിസിലായിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി വേറൊരു പാൻ എടുത്ത് ഗ്യാസിൽ വെക്കാം. ഈ പാൻ ചൂടായി വരുമ്പം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ബട്ടർ. ബട്ടറും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. അപ്പോൾ ഇതൊരു വലിയ ക്യാപ്സിക്കം ഞാൻ ചെറുതായി മുറിച്ചതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത്, അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ്, അപ്പോൾ അതനുസരിച്ച് ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാവ് ഭാജി മസാല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി. ഒന്ന് ചെറുതാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് വരെ വേവിച്ചാൽ മതി. ഈ സമയത്ത് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി പച്ചക്കറി വെന്തില്ലെങ്കിൽ കുറച്ച് നേരം കൂടി വെക്കാം. നന്നായി ഉടയുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ആദ്യം. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ്. ഇത് നന്നായിട്ട് മാഷ് ചെയ്യണം. ഈ പച്ചക്കറിയൊന്നും ഇങ്ങനെ കാണാത്ത രൂപത്തിൽ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം.
അപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഇത് മാഷ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. പിന്നെ ഞാനിത് നന്നായിട്ട് ഇവിടെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം ചേർക്കുകയാണ്. ഇത് നമ്മൾ പാവിൽ മുക്കി കഴിക്കുന്ന ഒരു കൺസിസ്റ്റൻസിൽ വേണം കിട്ടാൻ. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്തു. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പം ബാജി റെഡിയാവും. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് പാവ് സെറ്റാക്കണം. അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാജിയിൽ നിന്ന് കുറച്ച് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി പാവ് എടുത്ത് മിഡിലിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് മൊത്തത്തിൽ കട്ട് ചെയ്യേണ്ട, ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്താൽ മതി. പാവും റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. ഓൾമോസ്റ്റ് എല്ലാ ബേക്കറി ഷോപ്സിലും പാവ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ഈ മസാലേൻ്റെ മേലെ നിന്നിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മറിച്ചിട്ടും അതുപോലെ ടോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പാവും റെഡിയാണ്. ഇനി ഇത് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് പാവ് എടുത്ത് വെക്കുകയാണ്. ഇനി ഉണ്ടാക്കി വെച്ച ബാജിയും സെർവ് ചെയ്യാം. ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ പാവ് ഭാജി കഴിക്കുമ്പം ഉള്ളിയും ലെമണും മസ്റ്റാണ്, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ പാവ് ഭാജി റെഡി ആയിട്ടുണ്ട്. ഇത് എനി ടൈം ഫുഡാണ്. നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ.